ഗൈസ്, ഇതാണ് നമ്മുടെ പൂർവികരുടെ വാസസ്ഥലം. അപ്പുറത്ത് കാണാം. ഇതിനകത്ത് എന്തൊക്കെയുള്ളത് എന്ന് കാണിച്ചു തരാം. സ്റ്റോൺ ബെഡ് ആണ്. ഒരു 3 പേർക്കുള്ള സെറ്റപ്പ് ഉണ്ട്. 1, 2, 3. ഹലോ ഗൈസ്, വെൽക്കം ടു വിജെ ലൈഫ് ഡയറി. ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ്. കുടക്കല്ല് പറമ്പ് കഴിഞ്ഞിട്ട് കുന്നംകുളം ഭാഗത്ത് തന്നെയുള്ള വേറൊരു ആർക്കിയോളജിക്കൽ സൈറ്റിൽ പോയ വിശേഷങ്ങളാണ് ഇത്. നമ്മൾ 2 സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒന്ന് അരിയന്നൂരും പിന്നെ കണ്ടാണിശ്ശേരിയും. അരിയന്നൂരിലുള്ളത് 6 കുടക്കല്ലുകൾ അടങ്ങിയ ഒരു ചെറിയ ASI സൈറ്റാണ്. ഇതിൽ 4 എണ്ണം പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടിട്ടാണുള്ളത്. 2 എണ്ണം ഭാഗികമായിട്ട് തകർന്ന നിലയിലാണ്. 8 മീറ്റർ ചുറ്റളവുള്ള മുകളിലത്തെ കല്ലുള്ള കുടക്കല്ലാണ് ഇവിടെ ഏറ്റവും വലുതെന്ന് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ ഇവിടെ നടന്ന എക്സ്കവേഷനിൽ നിന്നും 2 മൺപാത്രങ്ങൾ കിട്ടിയെന്നാണ് പറയണത്. അപ്പൊ എന്തായാലും കുടക്കല്ല് എന്താണ്, അതിന്റെ വിശേഷങ്ങളെ പറ്റിയൊന്നും അധികം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ മുകളിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണാം. അതേപോലെ തന്നെ അരിയന്നൂരിലെ ഈ കുടക്കല്ലിന്റെ ഈ ബോർഡ് ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. അരിയന്നൂരിൽ നിന്നും 2 കിലോമീറ്റർ മാത്രമാണ് കണ്ടാണിശ്ശേരിക്കുള്ളത്. വളരെ അടുത്ത് കിടക്കുന്ന സൈറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് രണ്ടും ഒരുമിച്ച് കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കണ്ടാണിശ്ശേരിയിൽ എത്തിയപ്പോഴാണ് നമുക്ക് ഒരു ബോണസ് കിട്ടിയത്. ഇവിടെ ഒരു വലിയൊരു 4 കെട്ട് പോലെ പഴമത്വം അടങ്ങിയ ഒരു പുതിയൊരു വീട് കാണാം. അതിന്റെ പേര് തട്ടകം എന്നാണ്. അപ്പൊ ഞങ്ങൾക്ക് വളരെ ക്യൂരിയോസിറ്റി തുടങ്ങി, ഇത്രയും വലിയ വീടോന്ന്. അപ്പോഴാണ് അവിടെയുള്ള ആള് പറഞ്ഞത് അത് കോവിലന്റെ വീടാണ്, കോവിലന്റെ മക്കളൊക്കെ താമസിക്കുന്ന വീടാണ്. അതിന് തൊട്ടടുത്തായിട്ട് കോവിലൻ സ്മൃതി മണ്ഡപം കൂടെ ഉണ്ട്. അപ്പൊ കോവിലൻ ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. അദ്ദേഹം ഒരു നോവലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ തട്ടകം എന്ന നോവലിന് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ വീടിന് വേണ്ടിയിട്ട് ആ പേര് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കണം. കോവിലിന്റെ യഥാർത്ഥ പേര് VV അയ്യപ്പൻ എന്നാണ്. ആളുടെ ഭാര്യയുടെയും മൃതശരീരം ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്മൃതി മണ്ഡപത്തില് കോവിലിന്റെയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ എന്തായാലും കോവിലന്റെ വീടും സ്മൃതി മണ്ഡപവും ആണ് വെട്ടുകൽ ഗുഹയ്ക്ക് ഐഡന്റിഫിക്കേഷൻ മാർക്കായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ മാപ്പിൽ കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷേങ്കിൽ നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത് അതിനകത്ത് വല്ലതും ഉണ്ടോന്ന് നമുക്ക് സംശയം തോന്നിപ്പോവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 കുഴികൾ മാത്രമാണ് കാണാൻ പറ്റുക. അപ്പോൾ പ്രത്യക്ഷ അവിടെ ഒന്നും ഇല്ലാന്ന് നമുക്ക് തോന്നിപ്പോവും. കാണുന്നത് ആദ്യം തന്നെ നമ്മൾ ചെന്നോടെയും കാണുന്നത് ഒരു വലിയൊരു കുഴി ഉണ്ടാവും. അതിന്റെ അപ്പുറത്തായിട്ട് ഒരു വട്ടത്തിൽ ഒരു കുഴി ഉണ്ടാവും. അപ്പോൾ ഈ വലിയ കുഴിയിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും. ഈ ഒരു കുഴിയാണ് നമ്മുടെ ഗുഹാ കവാടം. അപ്പൊ ഈ ഗുഹാ കവാടത്തിലേക്ക് നമ്മൾ ഇറങ്ങി കഴിഞ്ഞു വെച്ചാൽ ഒരു കിളിവാതിൽ മാതിരി ഒരു കുഞ്ഞ് ഓപ്പണിംഗ് ഉണ്ടാവും. ആ ഓപ്പണിങ്ങിനകത്തേക്ക് കടന്നു കഴിഞ്ഞു വെച്ചാലാണ് ശരിക്കുള്ള വെട്ടുകൽ ഗുഹയുടെ അകത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. അപ്പോൾ ഈ വെട്ടുകൽ ഗുഹ എന്ന് പറയുന്നത് ഒരു കവേർഡ് ആയിട്ടുള്ള ഒരു ഗുഹയല്ല. ഇതിന്റെ മുകളിലായിട്ട് ഒരു ഓട്ടയുണ്ട്, ഒരു സർക്കിൾ ഷേപ്പിലുള്ള ഒരു ഓട്ടയുണ്ട്. അപ്പൊ അതിലേക്കൂടെ വെളിച്ചം കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് കാണാൻ പറ്റും. 3 സ്റ്റോൺ ബെഡ് ആണ് ഇവിടെയുള്ളത്. നമ്മുടെ ഗുഹയിലേക്കുള്ള പ്രവേശന കവാടം ഒരു കിളിവാതിൽ പോലെ ചെറുതായത് കൊണ്ട് തന്നെ നമുക്ക് സൂക്ഷിച്ച് നൂലിനൊക്കെ വേണം ഉള്ളിലേക്ക് കടക്കാൻ കേട്ടോ. അപ്പൊ ഞാൻ വളരെ വിദഗ്ധമായിട്ട് ഉള്ളിലേക്ക് കടന്നു. ചേട്ടനും അതേപോലെ തന്നെ ഉള്ളിലേക്ക് കടന്നിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്കുള്ള ഒരു സംശയമാണ്, ഇത് എന്താണ് ശരിക്കും ഈ വെട്ടുകൽ ഗുഹ എന്തിനായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള സംശയം ഞങ്ങളുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും തോന്നിപ്പോവും അല്ലെ. അപ്പൊ ഇത് നമ്മുടെ പഴയ ജനറേഷൻ താമസിച്ചു കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പണ്ട് കാലത്തുള്ള മനുഷ്യർ ഇവിടെയാണ് ഇങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറയുന്നവരുണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മളുടെ ബറിയൽ സൈറ്റിന്റെ ഒരു ഭാഗമാണ്. ഇതിനകത്ത് എന്താ പറയാ, നമ്മുടെ പിരമിഡൊക്കെ പോലെ കുറേ ഊഹാപോഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന
ഒരു സ്ഥലമാണ് ഈ വെട്ടുകൽ ഗുഹ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ആൻസർ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഇതിനകത്ത് സ്റ്റോൺ ബെഡ് ഒക്കെ കണ്ടില്ലേ, അപ്പൊ സ്റ്റോൺ ബെഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതേപോലെ തന്നെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയമാണ്, ഇതിനകത്ത് മഴ പെയ്തെന്ന് വെച്ചാൽ ഗുഹയ്ക്ക് ഒരു കവറിങ് പോലും ഇല്ല, നല്ല വൃത്തിക്ക് വെള്ളമൊക്കെ അകത്തേക്ക് വരും, അപ്പൊ എന്ത് ചെയ്യുന്നുള്ളത്. ഇവിടെയുള്ള ചേട്ടൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടുകൽ ഗുഹയ്ക്കുള്ളില് വെള്ളം ഇറങ്ങി കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വലിഞ്ഞു പോകുന്നാണ് പറയുന്നത്. അതായത് ഭൂമിക്കടിയിലേക്ക് വലിഞ്ഞു പോകും. അപ്പൊ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ എന്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും see you then. Bye bye.